നമസ്കാരം. എല്ലാവർക്കും HSA സോഷ്യൽ സയൻസിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് HSA സോഷ്യൽ സയൻസിന്റെ സിലബസ് ആണ്. ഈ സിലബസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് മൊഡ്യൂൾസുകൾ എന്നുള്ളത് വളരെ ബ്രീഫായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ HSA സോഷ്യൽ സയൻസിന് 2016 അതേപോലെ 2022 ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു അനാലിസിസുമാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി HSA സോഷ്യൽ സയൻസിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നിങ്ങളെല്ലാവരും HSA സോഷ്യൽ സയൻസിന്റെ സിലബസ് കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂളുകളൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും ആ സിലബസ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണല്ലോ, അപ്പൊ അതുകൊണ്ട് ആ സിലബസ് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് അതൊരു റുട്ടീനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. വളരെ ബ്രീഫായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ സിലബസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് അതിന്റെ ഒരു പാറ്റേണും അതിന്റെ ഒരു നേച്ചറൊക്കെ നമുക്കൊന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതിന്റെ സിലബസ് HSA സോഷ്യൽ സയൻസിന്റെ സിലബസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആകെ മൊത്തം 11 മൊഡ്യൂളുകളാണുള്ളത്. അതിൽ ആദ്യത്തെ 3 മൊഡ്യൂളുകൾ ജനറൽ ആണ്. പിന്നെ ബാക്കിയുള്ള 8 എണ്ണം നമ്മളുടെ സബ്ജക്ട് ഓറിയന്റഡ് ആണ്. അതായത് സോഷ്യൽ സയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള 8 മൊഡ്യൂളുകളാണുള്ളത്. ഹിസ്റ്ററിയും എക്കണോമിക്സും പൊളിറ്റിക്സും ജിയോഗ്രഫി എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു 8 മൊഡ്യൂളുകൾ. ബാക്കിയുള്ള 3 എണ്ണം ജനറൽ പേപ്പറാണ്. B.Ed തിയറിയും അതേപോലെ തന്നെ GKയും സാധനങ്ങളൊക്കെ വരുന്ന പേപ്പറാണ്. അപ്പൊ ആകെ മൊത്തം നമുക്കുള്ളത് 11 മൊഡ്യൂളുകളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ HSAയുടെ ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ആകെ മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 1.5 മണിക്കൂർ സമയം. അപ്പം ഏകദേശം നമുക്ക് ഒരു ക്വസ്റ്റ്യന് നമുക്ക് കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ലെസ് ദാൻ 1 മിനിറ്റ് ആണ്. ഇപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഒരു മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താണ് ഈ സോഷ്യൽ സയൻസിന്റെ മെയിൻ കമ്പോണൻസ്, അതായത് ഹിസ്റ്ററി, എക്കണോമിക്സ്, ജിയോഗ്രഫി, പൊളിറ്റിക്സ്, ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പം ഇതിൽ നിന്നുള്ള ഈ ഓരോ സബ്ജക്റ്റിൽ നിന്നും നിയർലി ഒരു 18-20 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ 2016 എടുക്കുകയാണെന്നുണ്ടെങ്കിലും 2022 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അതായത് ഹിസ്റ്ററിന്ന് ഒരു 18-20 ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ പൊളിറ്റിക്സ് അതേപോലെ എക്കണോമിക്സ് അതേപോലെ തന്നെ ജിയോഗ്രഫി അതേപോലെ തന്നെ പിന്നെ B.Ed തിയറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 5 to 6 ക്വസ്റ്റ്യൻസ്, പിന്നെ ബാക്കി അതേപോലെ തന്നെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് GK ബേസ് ചെയ്തിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഇതിന്റെ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിനൊന്ന് അതിന്റെ അതൊന്ന് സ്റ്റഡി ചെയ്യാം. അപ്പൊ ഇതില് 2 പാർട്ടുകളാണുള്ളത്. പാർട്ട് A നമ്മളുടെ ജനറൽ പേപ്പറാണ്. ഈ പാർട്ട് എയിൽ 3 മൊഡ്യൂളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മൊഡ്യൂളുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്നൊക്കെ പറയുന്ന പോർഷൻ ആണ്. കേരള ഹിസ്റ്ററിയും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പോർഷൻ ആണത്. കേരളത്തിൽ നടന്നിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടും അതേപോലെ തന്നെ ഫ്രീഡം മൂവ്മെന്റിനൊക്കെ പറ്റിയിട്ട് ഉള്ള ഒരു പോർഷനാണ് മൊഡ്യൂൾ നമ്പർ 1. മൊഡ്യൂൾ നമ്പർ 2 എന്ന് പറയുന്നത് ജനറൽ നോളജും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ആണ്. പിന്നെ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് നിങ്ങൾ B.Ed പഠിച്ചിട്ടുള്ള അതിന്റെ തിയറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതില് നമുക്ക് ഈ മൊഡ്യൂൾ 3യുടെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്തൊക്കെയാണെന്നൊന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതില് മെയിൻ ആയിട്ട് ഈ സോഷ്യൽ സയൻസിന്റെ നേച്ചറിനെ പറ്റിയിട്ടുള്ള പോർഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ അതിന്റെ സ്കോപ്പ്, അതേപോലെ തന്നെ സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കരിക്കുലം, അതേപോലെ തന്നെ എഡ്യൂക്കേഷനിൽ എന്താണ് കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ അതിന്റെ പ്രിൻസിപ്പിൾസ്, അതിന്റെ മോഡേൺ ട്രെൻഡ്സ്, അതേപോലെ തന്നെ കരിക്കുലം റിഫോംസ്, അതേപോലെ തന്നെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, അതേപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ കരിക്കുലം ഫ്രെയിംവർക്ക് KCF, ഇതിനൊക്കെ പറ്റിയിട്ടാണ് ഈ മൊഡ്യൂൾ നമ്പർ 3 എന്ന് പറയുന്നത്.
ബേസിക്കലി B.Ed റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻ ആണ് മൊഡ്യൂൾ നമ്പർ 3. ഇതിൽ ഈ നമ്മളിപ്പം മുൻവർഷ ചോദ്യങ്ങൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ഉണ്ട്. അതായത് 2016 ചോദിച്ചൊരു ചോദ്യമാണ്, ബാറ്റിൽ ഓഫ് പ്ലാസി ഏത് ഇയറിലാണെന്നുള്ളൊരു ചോദ്യം ഉണ്ട്. അത് നമ്മളെ മൊഡ്യൂൾ 1 ആണ്. അപ്പം ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് 1787 പ്ലാസി യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂള്, അതായത് കറണ്ട് അഫയേഴ്സ്, GK, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 2022 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ERSുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അതായത് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. താഴെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ഓർ ഫാൾസ് ആയിട്ടുള്ള, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ആ ചോദ്യം. അപ്പൊ ഇതില് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 1, 2, 4 ചോയ്സുകളാണ്. അതായത് ഈ ERS എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു എമർജൻസി നമ്പർ ആണ്. അത് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിർഭയ ഫണ്ട് സ്കീമിന്റെ അണ്ടറിലാണ്. പിന്നെ ഈ കേരള പോലീസിനാണ് അതിന്റെ മെയിൻ, കേരള പോലീസാണ് അതിന്റെ മെയിൻ ഏജൻസി എന്ന് പറയുന്നത്. ഇത്രയാണ് ERSസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പൊ ഇത് നമ്മളുടെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ GK ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമ്മളിപ്പം 2016ഉം 2022ഉം കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2022 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഇത്തരത്തിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഈ ട്രൂ ഓർ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താൻ പറഞ്ഞുകൊണ്ട് എല്ലൊക്കെ നമ്മളെ കുറെ കൂടെ കോംപ്ലിക്കേറ്റ്, നമ്മളെ കുറെ കൂടെ കൺഫ്യൂസിങ് ആക്കുന്ന കുറെ കൂടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അധികവും 2022 വന്നിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു നേച്ചർ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അത് കാണാം, ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. 2016ഉം 2022 കൂടെ നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ നന്നായിട്ട് തറോ ആയിട്ട് പഠിച്ചാൽ മാത്രമേ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് ഡീപ്പായിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസറുകൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ERSS എന്ന് പറഞ്ഞാൽ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം ആണെന്നുള്ള ആ ഒരു അബ്രിവേഷൻ മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. അതുമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള അതിന്റെ അത് എന്തൊക്കെയാണ്, എന്താണ് അത് മീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇപ്പം കറണ്ട് അഫയേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ GK ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒളിമ്പിക് ഗെയിംസിന്റെ മോട്ടോ എന്താണ്? 2022 ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതാണ്. അപ്പൊ അതിന്റെ മോട്ടോ എന്ന് പറയുന്നത് ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ ആൻഡ് ടുഗെദർ എന്നുള്ളതാണ് അതിന്റെ ഒളിമ്പിക് ഗെയിംസിന്റെ മോട്ടോ. അതുപോലെ തന്നെ 2016 GK റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഡെൻമാർക്കിന്റെ ക്യാപിറ്റൽ ഏതാണെന്നാണ് ചോദ്യം. ഡെൻമാർക്കിന്റെ ക്യാപിറ്റൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോപ്പൻഹാഗൻ ആണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് GK പ്രതീക്ഷിക്കാവുന്നതാണ്, ചില രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ. അപ്പം GK എന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് 2016 ക്വസ്റ്റ്യൻ ആണ്, എന്നാലും നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അതിവിടെ കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ 2016 മറ്റൊരു ചോദ്യമാണ്, സ്പോർട്സ് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഫ്ലോയിഡ് മെയ്വെദർ എന്ന് പറയുന്ന സ്പോർട്സ്മാൻ, അദ്ദേഹത്തിന്റെ ഫീൽഡ് ഏതാണെന്നാണ് ചോദ്യം. 2016 ചോദിച്ച ചോദ്യമാണ്. ബോക്സിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഫീൽഡ്. ഇതും ഇതേപോലെ സ്പോർട്സ് കറണ്ട് അഫയേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്താക്കാം, പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ 2016 നമ്മളുടെ തേർഡ് മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു തേർഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ കുറെ കൂടെ B.Ed തിയറി റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷനാണ്, മൊഡ്യൂളാണ്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു നേരത്തെ NCF ഉണ്ട് എന്ന് പറഞ്ഞു, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം 2016 ചോദിച്ചിട്ടുണ്ട്. ടീച്ചർ ആസ് പെർ NCF 2005 ഇസ് എന്താണ്, ഫെസിലിറ്റേറ്റർ ആണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.
ഇനി നമുക്ക് പാർട്ട് എയിൽ വരുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ അസസ്മെന്റ് വരുന്നുണ്ട്. പാർട്ട് എയിൽ നമ്മളെ മൊഡ്യൂൾ 3 വരുന്ന മറ്റു കാര്യങ്ങൾ, അതിൽ ബി എഡുമായിട്ട് ബന്ധപ്പെട്ട് ബി എഡിന്റെ സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള അസസ്മെന്റ്, ഇവാലുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് അതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷനെ പറ്റിയിട്ടുള്ള പോർഷൻ അതിലുണ്ട്. അതേപോലെ തന്നെ സെമിനാർ അസൈൻമെന്റുകൾ ബന്ധപ്പെട്ടിട്ടുള്ള പോർഷൻ അതിലുണ്ട്. അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ളത്. അതേപോലെ തന്നെ പിന്നെ ബി എഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫേമസ് ആയിട്ടുള്ള തിയറിറ്റീഷ്യൻസ്, പിയാഷെ, അതേപോലെ തന്നെ ബ്രോണർ, ഗാനെ, വോക്സി, ഗാർഡനർ, ഇവരുടെയൊക്കെ തിയറീസ് റിലേറ്റഡ് ആയിട്ടുള്ള പോർഷനും മൊഡ്യൂൾ 3 പെടുന്നതാണ്. ഈ മൊഡ്യൂൾ 3 ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള തിയറിറ്റീഷ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 2022 ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമുണ്ട്. റോബർട്ട് ഗാനയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് ഏതൊക്കെ ചേർന്നതാണ് എന്നാണ് ആ ചോദ്യം. സിംബോളിക് ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, കോമ്പിനേറ്ററൽ ലേണിംഗ്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ്, വെർബൽ അസോസിയേഷൻ, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. അപ്പൊ ഇതിൽ ഏതൊക്കെ ചേർന്നതാണ് ഈ ഹൈറാർക്കി ഓഫ് ലേണിംഗ്, അല്ലെങ്കിൽ എന്താണ് ഈ ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്നാണ് ചോദ്യം. അപ്പം അതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, അതേപോലെ തന്നെ വെർബൽ അസോസിയേഷൻ, അതേപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, ഇതെല്ലാം ചേർന്നതാണ് ഗാനയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, കുറേ കൂടെ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് 2022 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മളെ കുറെ കൂടെ കൺഫ്യൂസിങ് ആക്കുക എന്നുള്ളത് എക്സാമിനറുടെ ഒരു മോട്ടീവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പൊതുവെ നമുക്ക് ഉള്ള ചോദ്യങ്ങൾ എന്താ, നോർമലി നമുക്ക് പരിചയമുള്ള ഒരു ചോദ്യം എന്താണ്, ആരാണ് ഈ ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ് എന്നുള്ള ചോദ്യമാണ് പണ്ടത്തെ ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറി, അതിന്റെ നേച്ചർ മാറി, അത് കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റൂ. ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ A to Z കാര്യങ്ങൾ, ഇൻ ആൻഡ് ഔട്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് HSA സോഷ്യൽ സയൻസിൽ ആൻസറുകൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം A to Z ഒരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് A to Z ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതല്ലാതെ ജസ്റ്റ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് റോബർട്ട് ഹാനെ ആണെന്ന് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഡീപ്പ് ആയിട്ടുള്ള സ്റ്റഡി ആവശ്യമാണ്. കാരണം ഇപ്പോ PSC ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നേച്ചർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാർട്ട് എയിൽ മൊഡ്യൂൾ 3 വരുന്ന മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് ടീച്ചർ, അതേപോലെ തന്നെ മൈക്രോ ടീച്ചിങ് എന്താണ്, ആക്ഷൻ റിസർച്ച് എന്താണ്, അതേപോലെ തന്നെ ലാബ്, ലൈബ്രറി, ക്ലബ്ബ്, മ്യൂസിയംസ്, ഓഡിയോ വിഷ്വൽ ഡിവൈസസിനെ പറ്റിയിട്ട്, ഈ റിസോഴ്സുകളെ പറ്റി, ടെക്സ്റ്റ് ബുക്കുകളെ പറ്റിയിട്ട്, ഹാൻഡ് ബുക്കുകളെ പറ്റിയിട്ട്, അതേപോലെ തന്നെ ടീച്ചിങ്ങിന്റെ എയിംസ്, വാല്യൂസ്, ഒബ്ജക്റ്റീവ്സ്, അതേപോലെ തന്നെ ടാക്സോണമി, ഇതൊക്കെയാണ് ഈ മൊഡ്യൂൾ 3 വരുന്ന മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ബി എഡിന്റെ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതില് ഈ മൊഡ്യൂള് 3 ബന്ധപ്പെട്ട് 2022 ചോദിച്ചൊരു ചോദ്യമാണ്. റിവൈസ്ഡ് ബ്ലൂം ടാക്സോണമിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ചോദ്യം. ഇവിടെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഒബ്ജക്റ്റീവ്സ് ആർ മെൻ ടു ഡിസ്ക്രൈബ് ലേണേഴ്സ് ബിഹേവിയർ രാദർ ദാൻ തിങ്കിങ് പ്രോസസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയുമായിട്ട് ബന്ധപ്പെടാത്ത സ്റ്റേറ്റ്മെന്റ്. ബാക്കിയുള്ളതെല്ലാം റിവൈസ്ഡ് ബ്ലൂം ടാക്സോണമിയുടെ ഫീച്ചേഴ്സ് ആണ്. ഇവാലുവേഷൻ ഇസ് നോ ലോങ്ങർ ദ ഹയസ്റ്റ് ലെവൽ ഇൻ ദ പിരമിഡ്. കാറ്റഗറി നെയിംസ് ആർ വേർബ്സ് ഇൻസ്റ്റെഡ് ഓഫ് നൗ. പിന്നെ മെറ്റാ കോഗ്നിഷൻ ഈസ് ആഡഡ് എന്നുള്ളതൊക്കെ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് പാർട്ട് ബി നോക്കാം. പാർട്ട് ബിയിലെ മൊഡ്യൂൾ നമ്പർ 1. ഈ പാർട്ട് ബിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്ത പോലെ 8 മൊഡ്യൂളുകളാണുള്ളത്. അതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൊഡ്യൂളാണ്. അതിൽ ഹിസ്റ്ററി, അതേപോലെ തന്നെ ഹിസ്റ്ററിയുടെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ബ്രോൺസ് ഏജ് സിവിലൈസേഷനുകൾ, ഹാരപ്പയെ പറ്റിയിട്ടും ഈജിപ്തിനെ പറ്റിയിട്ടും മെസപ്പൊട്ടാമിയനൊക്കെ പറ്റിയിട്ട് അതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ, പിന്നെ റെനേസൻസ്, റിഫർമേഷൻ, ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസ്,
വാസ്കോഡ ഗാമ, അതേപോലെ തന്നെ മാർട്ടിൻ ലൂതർ, ഇവരൊക്കെ പറ്റിയിട്ടാണ് ഈ ഫോർത്ത് മൊഡ്യൂൾ നമ്പർ 1 ഫോർത്ത് തീം എന്ന് പറയുന്നത്. പിന്നെ വേൾഡിൽ നടന്നിട്ടുള്ള റവല്യൂഷൻസ്, ഫ്രഞ്ച്, റഷ്യൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഈ സാധനങ്ങൾ. പിന്നെ വേൾഡ് വാർ ആണ്. അതേപോലെ തന്നെ വേൾഡ് വാറിന്റെ കോൺസിക്വൻസ്, ലീഗ് ഓഫ് നേഷനും യുണൈറ്റഡ് നേഷൻസ്, ഇതൊക്കെയാണ് മൊഡ്യൂൾ നമ്പർ 1. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 1 എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ്. ഇവിടെ മൊഡ്യൂൾ നമ്പർ 1 എന്നുള്ള ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. മൊഡ്യൂൾ നമ്പർ പാർട്ട് ബിയിലെ മൊഡ്യൂൾ നമ്പർ 1 ഹിസ്റ്ററിയിലെ ചോദ്യങ്ങൾ ഒന്നുണ്ട്. അത് നമ്മളുടെ ഹിസ്റ്ററിയുടെ ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. തോമസ് കാളെ എന്ന് പറയുന്ന ഒരു സ്കോളർ ഉണ്ട്. അപ്പൊ അദ്ദേഹം ഹിസ്റ്ററി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അദ്ദേഹം എന്നാണ് അതിന്റെ ചോദ്യം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹമാണോ ചരിത്രം മനുഷ്യരെ ബുദ്ധിമാനാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹമാണോ ലോക ചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ചരിത്രം വർത്തമാനവും ഭൂതകാലവും തമ്മിൽ, ചരിത്രം എന്ന് പറയുന്നത് വർത്തമാനവും ഭൂതകാലവും തമ്മിലുള്ള സംവാദമാണെന്ന് അദ്ദേഹമാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ചരിത്രം അവസാനിക്കാത്ത വർഗസമരത്തിന്റെ കഥയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. തോമസ് കാളെ ഹിസ്റ്ററിയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ലോക ചരിത്രം എന്ന് പറയുന്നത് മഹാന്മാരുടെ ജീവചരിത്രമാണ്, മഹാന്മാരുടെ ബയോഗ്രഫി ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഇതിൽ കൊടുത്തിട്ടുള്ള ഈ ഓപ്ഷൻ സി ഉണ്ടല്ലോ, ചരിത്രവും വർത്തമാന ഭൂതകാലവും തമ്മിലുള്ള സംവാദമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് R.J. കൂളിംഗ്വുഡ് ആണ്. അദ്ദേഹത്തിന്റെ ഐഡിയ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ബുക്കിലാണ്. ഓപ്ഷൻ ഡി, ചരിത്രം അവസാനിക്കാത്ത വർഗസമരത്തിന്റെ കഥയാണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ ആരുമല്ല, കാൾ മാർക്സ് ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡെഫിനേഷൻ, ഹിസ്റ്ററിയുടെ ഡെഫിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. യുഗ പാരമ്പര്യങ്ങളുടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിന്റെ കഥയാണ് ചരിത്രം എന്ന് ഡിഫൈൻ ചെയ്തത് ആരാണ്? വിൽ ഡ്യൂറന്റ് എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ ആണ്. അദ്ദേഹമാണ് ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. വിൽ ഡ്യൂറന്റ് ആണ് യുഗ പാരമ്പര്യങ്ങളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിന്റെ കഥയാണ് ചരിത്രം എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ മൊഡ്യൂൾ നമ്പർ പാർട്ട് ബിയിലെ മൊഡ്യൂൾ നമ്പർ 1 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷനാണ് ഗ്രീക്കോ റോമൻ ഹിസ്റ്ററി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമുണ്ട്. ഗ്രീസിലെ പ്രധാനപ്പെട്ട തത്വചിന്തകരാണ് അരിസ്റ്റോട്ടില്, പ്ലാറ്റോ, സോക്രട്ടീസ് ഒക്കെ. അപ്പൊ ഇവരെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ, ആരാണ് ആദ്യം എന്നുള്ള ക്രമത്തിൽ അത് അവരെ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആദ്യം സോക്രട്ടീസ്, അതിനുശേഷം സോക്രട്ടീസിന്റെ ശിഷ്യനാണ് പ്ലാറ്റോ, പ്ലാറ്റോന്റെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. സോക്രട്ടീസും പ്ലാറ്റോയും എഥൻസിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. അരിസ്റ്റോട്ടിൽ ഗ്രീസിന് പുറത്തുള്ള ഒരു രാജ്യത്ത് നിന്ന് പിന്നീട് എഥൻസിലോട്ട് വരികയും അവിടെ പിന്നീട് താമസാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എഥൻസ് എന്ന് പറയുന്നത് ഗ്രീസിലെ ഒരു ഫേമസ് ആയിട്ടുള്ള സിറ്റി സ്റ്റേറ്റ് ആണ്. പിന്നെ പാർട്ട് ബിയിലെ മൊഡ്യൂൾ നമ്പർ 2 എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടാണ്. വേദിക് ഏജും ജൈനിസും ബുദ്ധിസും മൗര്യാസും ഗുപ്താസും അതേപോലെ തന്നെ മിഡീവൽ ഇന്ത്യയും ഒക്കെയാണ് ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ യൂറോപ്യന്മാരുടെ വരവും ബ്രിട്ടീഷുകാരും കൊളോണിയലിസം ഒക്കെയാണ് ഈ മൊഡ്യൂൾ നമ്പർ 2 മെയിൻ കണ്ടന്റ്. അപ്പൊ അതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, ചില കാര്യങ്ങൾ നമ്മളിപ്പം സിലബസിൽ ഡയറക്റ്റ് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അങ്ങനത്തെ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2022 HSAക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ബാഹ്മനി രാജ്യത്തിന്റെ തുടർച്ചയായി ഗോൽഗണ്ട ആസ്ഥാനമായി രൂപം കൊണ്ട രാജവംശം ഏതാണെന്നുള്ളൊരു ചോദ്യം. ഈ ബാഹ്മനീസിനെ പറ്റിയിട്ട് നിങ്ങളുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ഈ ബാഹ്മനി സൽത്തനറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന പോർഷനിൽ വരുന്ന ഒരു ഭാഗമാണ്. പക്ഷെ അതെന്താക്കിയിട്ടില്ല, ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല, സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ പോർഷൻസിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബാഹ്മനി സൽത്തനറ്റ്, സോറി, ഈ ഗോൽഗണ്ട ഭരിച്ചിട്ടുണ്ടായിരുന്നത് കുത്തുബ് ഷാഹീസ് എന്ന് പറയുന്ന രാജവംശമാണ്. അവരാണ് ഗോൽഗണ്ട ഫോർട്ടും ചാർമിനാറൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പാർട്ട് ബിയിലെ മൊഡ്യൂൾ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് പോർഷൻസ് ആണ് ഫ്രീഡം സ്ട്രഗിള്,
അതേപോലെ തന്നെ കേരള ഹിസ്റ്ററി ഇതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. കേരള ഹിസ്റ്ററിയിലോട്ട് വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള സോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ള ചോദ്യം ഉണ്ട്. മീൻസ് സോഴ്സുകൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതായത് ഈ തുഫത്തുൽ മുജാഹിദീൻ, അതേപോലെ തന്നെ മൂഷികാംശകാവ്യ, ഇതൊക്കെയാണ് കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സോഴ്സുകൾ, സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോർഷൻ ഈ പാർട്ട് ബി മൊഡ്യൂൾ നമ്പർ 2-ലുണ്ട്. ഈ സോഴ്സസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ 2022 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുഫത്തുൽ മുജാഹിദീൻ നിന്നുള്ള ചോദ്യങ്ങളുണ്ട്. തുഫത്തുൽ മുജാഹിദീൻ എഴുതിയത് ആരാണ്, ആ തുഫത്തുൽ മുജാഹിദീൻ ആർക്കാണ്, ആ ബുക്ക് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അതേപോലെ തന്നെ മുഹിയുദ്ദീൻ മാൽ ആരാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഈ സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി നിന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ജൈനിസവും ബുദ്ധിസവുമായിട്ട്, കേരളത്തിലെ ജൈനിസവും ബുദ്ധിസവുമായിട്ടുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള റെസിസ്റ്റൻസ്, ഇപ്പൊ കുണ്ടറ വിപ്ലവം, പഴശ്ശിരാജയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കേരള റെനേസൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അയ്യങ്കാളിയെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ, സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ, വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയിട്ട്, ടെമ്പിൾ പ്രൊക്ലമേഷൻ, ടെമ്പിൾ എൻട്രിയെ പറ്റിയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന നാഷണൽ മൂവ്മെന്റുകൾ, കേളപ്പനൊക്കെ പറ്റിയിട്ടുള്ള, അതേപോലെ തന്നെ കിഴിയൂർ ബോംബ് കേസുകളൊക്കെ പറ്റിയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ പാർട്ട് ബി മൊഡ്യൂൾ 2-യുടെ മെയിൻ ഏരിയാസ് അല്ലെങ്കിൽ കണ്ടന്റ് എന്ന് പറയുന്നത്. കേരള ഹിസ്റ്ററി, അതേപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പൊ അതില് കൊളോണിയലിസം, ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം 2016 ചോദിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാവ് ആരാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വളരെ റയർ ആയിട്ട് ഇനി നമുക്ക് കിട്ടുള്ളൂ. ഇത് 2016 ചോദിച്ചതാണ്. കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. ഇനി പാർട്ട് ബിയിലെ മൊഡ്യൂൾ നമ്പർ 3 എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിന്റെ തിയറി, ബാങ്കിങ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻ ആണ് എക്കണോമിക്സ്. അതേപോലെ തന്നെ അതിന്റെ തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, അതേപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, GDP, അതേപോലെ തന്നെ നാഷണൽ ഇൻകം, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്, സെൻട്രൽ ബാങ്കുകൾ, അതിന്റെ ഫംഗ്ഷനുകൾ, അതേപോലെ തന്നെ ഡിസ്പേർഷൻ ആൻഡ് സിമ്പിൾ കോറിലേഷൻ എക്കണോമിക്സ്. ഇതാണ്, അതായത് എക്കണോമിക്സിന്റെ തിയറി പാർട്ടാണ് ഈ മൊഡ്യൂൾ നമ്പർ 3 എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ. ഇപ്പം എക്കണോമിക്സിന്റെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം 2016 ചോദിച്ചിട്ടുണ്ട്. ചോദ്യം എങ്ങനെയാണ്, ആദം സ്മിത്ത്, നിങ്ങൾ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്ന ആളാണ്. എക്കണോമിക്സിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പൊ ഈ ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്ന വർഷം ഏതാണെന്നാണ് ചോദ്യം. 1776 ആണ്. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ ഈ മൊഡ്യൂൾ നമ്പർ 3-ല് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് കൊമേഴ്ഷ്യൽ ബാങ്കുകളെ പറ്റിയിട്ട്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. SBI ആണോ, RBI ആണോ, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണോ, ICICI ആണോ എന്നാണ് ചോദ്യം. ഉത്തരം നിങ്ങൾക്ക് അറിയാം, ഓപ്ഷൻ എ ആണ്, SBI ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കൊമേഴ്ഷ്യൽ ബാങ്ക്, ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്. പിന്നെ ഈ പാർട്ട് ബിയുടെ 4th മൊഡ്യൂള് ഇന്ത്യൻ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിയും അതേപോലെ തന്നെ കേരള എക്കണോമിയാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ചർച്ച ചെയ്യുന്നത് 5 ഇയർ പ്ലാൻസ്, ഇന്ത്യയിലെ എക്കണോമിക് പ്ലാനിങ്, അതേപോലെ തന്നെ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധികൾ, പോവേർട്ടി, ഇൻഇക്വാളിറ്റി, അൺഎംപ്ലോയ്മെന്റ്, ഇതൊക്കെ ആണ് ഇതിന്റെ മെയിൻ കണ്ടന്റ്. അപ്പൊ ഈ പോർഷൻ ബേസ് ചെയ്തിട്ട്, എസ്പെഷ്യലി അൺഎംപ്ലോയ്മെന്റ്, പോവേർട്ടി, ഇതൊക്കെ ബേസ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതേ അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റിൽ ഏറ്റവും ഹയസ്റ്റ് അൺഎംപ്ലോയ്മെന്റ് ഉള്ള സ്റ്റേറ്റ് ഏതാണ് ഇന്ത്യയിൽ എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനത്തെ ചോദ്യങ്ങൾ ഈ ഭാഗത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ എന്താണ് PQLI എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്നാണ്. അതേപോലെ തന്നെ HDI,
ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ കണ്ടന്റുകൾ. അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ ഫിനാൻസ്, ടാക്സ്, എക്സ്പെൻഡിച്ചർ, അതേപോലെ തന്നെ കേരള എക്കണോമി, കേരളത്തിന്റെ ആ ഒരു ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, ജെൻഡർ ഇഷ്യൂസ്, മൈഗ്രേഷൻ, അർബനൈസേഷൻ, ടൗൺസ്. ഇതൊക്കെയാണ് ഈ മൊഡ്യൂൾ നമ്പർ 4ന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം, ഇപ്പം ഇന്ത്യൻ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് 2016. ആ ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത് ആരാണെന്നാണ് ചോദ്യം. ഉത്തരം നിങ്ങൾക്കറിയാം, അമർത്യ സെൻ ആണ്. അദ്ദേഹത്തിന്റെ കൂടെ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ് പ്രഭാത് പട്നായക്. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ് 5 ഇയർ പ്ലാനിങ്, അല്ലെങ്കിൽ പ്ലാനിങ് കമ്മീഷൻ ഒക്കെ ഈ 4th മൊഡ്യൂളിൽ. അപ്പൊ അതിൽ നിന്നുള്ള ഒരു ചോദ്യം 2022 ചോദിച്ചിട്ടുണ്ട്. ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന സാമ്പത്തിക വളർച്ച നേടിയ പഞ്ചവത്സര പദ്ധതി ഏതാണെന്നാണ് ചോദ്യം. ആൻസർ എ ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. നെഹ്റുവിന്റെ ടൈമില് 5 ഇയർ പ്ലാൻ ആണ്. എന്താ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കിനേക്കാൾ കൂടുതൽ വളർച്ച നേടിയ 5 ഇയർ പ്ലാൻ. അതുപോലെ തന്നെ ഈ ഈ പോർഷനിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ് PQLI. നമ്മളത് പറഞ്ഞിട്ടുണ്ട്, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്നാണ്. അത് അതിന്റെ ഉപജ്ഞാതാവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ചോദ്യം. ഡേവിഡ് മോറിസ് ഏതിന്റെ ഉപജ്ഞാതാവാണെന്നാണ് ചോദ്യം. PQLIയുടെ ഉപജ്ഞാതാവാണ് ഡേവിഡ് മോറിസ്. അതുപോലെ തന്നെ പിന്നെ ഈ പോർഷനിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, കുറെ കൂടെ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്കണോമിക് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. UPIയെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. UPIയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇത്തരത്തിലുള്ള ഇന്ത്യയിൽ നടക്കുന്ന പുതിയ സാമ്പത്തിക മാറ്റങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ RBI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നാണയപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ചെയ്യുന്ന പരിപാടി, പ്രവർത്തനം എന്താണെന്നാണ് ചോദ്യം. നാണയപ്പെരുപ്പം, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി റിസർവ് ബാങ്ക് ചെയ്യുന്നത് റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പാർട്ട് ബിയുടെ മൊഡ്യൂൾ 5 പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടാണ്. പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോർഷനാണ് മൊഡ്യൂൾ 5. അപ്പൊ അതില് പൊളിറ്റിക്കൽ സയൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്ട്, അതിന്റെ ഡെഫിനേഷന്, കാര്യങ്ങൾ, അതേപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ്, സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് സോവർണിറ്റി, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ കൾച്ചർ, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ എന്താണ്, റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ എന്താണ് പ്രഷർ ഗ്രൂപ്പ്, എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസ്, എന്താണ് ഡെമോക്രസി, പാർലമെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ ഡിഫറൻസ് എന്താണ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡയറക്റ്റ് ഡെമോക്രസി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡയറക്റ്റ് ഡെമോക്രസിയുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്, ഗ്രീസിൽ പണ്ട് ഡയറക്റ്റ് ഡെമോക്രസിയാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇൻഡയറക്റ്റ് ഡെമോക്രസിക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്ത്യ. അതുപോലെ തന്നെ ഇതിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, അതേപോലെ തന്നെ ഈ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് സാധനങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ വരുന്നതാണ്. പിന്നെ ഈ പോർഷനിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഹ്യൂമൻ റൈറ്റ്സ്, അതേപോലെ തന്നെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ഈ പോർഷനിൽ നിന്നുള്ള 2016 ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ലെജിസ്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: നിയമനിർമ്മാണ സഭയുടെ കാര്യത്തിൽ ഒരേ സവിശേഷത ഇല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതാണ് എന്നാണ് ചോദ്യം. ഗുജറാത്ത് ആണോ, കേരള ആണോ, കർണാടകയാണോ, തമിഴ്നാടാണോ എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാം, കർണാടകയാണ്. കാരണം കർണാടകയില് 2 ലെജിസ്ലേച്ചർ ഉണ്ട്, ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഒന്നേ ഉള്ളൂ. ഇപ്പം കർണാടക, അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അതേപോലെ തന്നെ മഹാരാഷ്ട്ര,
ഇതേപോലുള്ള സംസ്ഥാനങ്ങളിൽ രണ്ട് ബൈക്യാമറൽ രണ്ട് ലെജിസ്ലേച്ചറുകളുണ്ട്. ഇപ്പൊ നമ്മള് പാർലമെന്റിൽ കാണുന്ന ലോകസഭ രാജ്യസഭ പോലെ രണ്ട് നിയമനിർമ്മാണ സഭകളുണ്ട് കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലൊക്കെ. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. ഈ പോർഷനിൽ 2016 ചോദിച്ചിട്ടുള്ള കുറെ കൂടെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് 2016 തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ടാണ് ചോദ്യം. ഇലക്ഷൻ കമ്മീഷന്റെ പ്രായപരിധി, കമ്മീഷണറുടെ പ്രായപരിധി അല്ലെങ്കിൽ മീൻസ് സോറി കാലാവധി എത്രയാണെന്നാണ് ചോദ്യം. ഉത്തരം നിങ്ങൾക്കറിയാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 6 വർഷമാണ്. 6 വർഷം അല്ലെങ്കിൽ ആ കമ്മീഷണർക്ക് 65 വയസ്സാവുന്ന ടൈം, അതാണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ. പിന്നെ പാർട്ട് ബിയിലെ 6th മൊഡ്യൂള് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഓർഗനൈസേഷൻസിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, UNO, അതേപോലെ തന്നെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി, ഈ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്, അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, പഞ്ചായത്തി രാജ്, ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ കണ്ടന്റുകൾ. അതേപോലെ തന്നെ ഈ മൊഡ്യൂൾ 6ന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഈ പൊളിറ്റിക്കൽ തിങ്കേഴ്സ്, പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടില്, അതേപോലെ തന്നെ മാക്കിയവെല്ലി, റൂസോ, കാൾ മാർക്സ്, ഗ്രാംഷി, ഗാന്ധി, നെഹ്റു പോലുള്ള ഫേമസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ തിങ്കേഴ്സ്, അവരുടെ ഐഡിയാസ്, തത്വങ്ങൾ, കോൺട്രിബ്യൂഷൻസ് ഒക്കെയാണ് ഇതിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ്. ഇപ്പൊ ഈ പാഠമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം 2022 നെഹ്റുയുടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞത് ആരാണെന്നാണ് ചോദ്യം. അതേപോലെ ഈ പോർഷനിൽ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന, അതായത് കോട്ടുകൾ കൊടുക്കും, എന്നിട്ട് അത് ആരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ പോർഷനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫോറിൻ പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള്, യുദ്ധങ്ങള്, ഇതൊക്കെ നിങ്ങൾക്ക് എന്താക്കാം ഈ ഒരു പോർഷനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം ഈ പോർഷൻ ബേസ് ചെയ്തിട്ട് 2016 ചോദിച്ചിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നത് എവിടെ എന്നാണ്. അതായത് നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ ആദ്യത്തെ സമ്മേളനം എവിടെയാണ് നടന്നിട്ടുണ്ടായിരുന്നതെന്നാണ് ചോദ്യം. അതിന് ഉത്തരം നിങ്ങൾക്കറിയാം. 1961 ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ്, യുഗോസ്ലാവാക്യയിലെ ബെൽഗ്രേഡ് എന്ന് പറയുന്ന പ്ലേസിൽ വെച്ചിട്ടാണ് ഇതിന് ചേരിചേര നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത്. അത് ഡിവൈസ് ചെയ്ത് അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാള് നെഹ്റു ആണ്. നെഹ്റുവിന്റെ ഒരു ഐഡിയ ആണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. കോൾഡ് വാറിന്റെ സമയത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു മൂവ്മെന്റിന്റെ പേരാണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്നുള്ളത്. അതുപോലെ തന്നെ 2022 ഈ പോർഷനിൽ നിന്ന് 6th മൊഡ്യൂള് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. UNO ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. UNOയുടെ സെക്യൂരിറ്റി കൗൺസിലിന്റെ കാലാവധി, താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി എത്രയാണെന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 2 വർഷമാണ് താൽക്കാലിക അംഗങ്ങളുടെ, അതായത് നോൺ പെർമനന്റ് ആയിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ കാലാവധി, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 years ആണ്. പിന്നെ ഈ പാർട്ട് ബിയിലെ 7th മൊഡ്യൂള് ജിയോഗ്രഫി ബേസ് ചെയ്തിട്ടാണ്. ജിയോഗ്രഫിയുടെ തിയറീസ് ഒക്കെയാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. എന്താണ് ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, അതായത് ജിയോഗ്രഫിയുടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്, എന്താണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാൻഡ് ഫോംസ്, ഏതൊക്കെ തരത്തിലുള്ള ലാൻഡ് ഫോംസ് ആണുള്ളത്, എന്താണ് സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ മാപ്പുകൾ, സ്കെയിലുകൾ, അതേപോലെ തന്നെ ഇന്ത്യയിലെ മീൻസ് പ്രധാനപ്പെട്ട സീസൺസ് ഏതൊക്കെയാണ്, അതിന്റെ ടൈമുകൾ, കാര്യങ്ങൾ, അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയർ, ടെമ്പറേച്ചർ, ഇതൊക്കെ. അതേപോലെ തന്നെ പിന്നെ മറ്റൊരു പോർഷൻ എന്ന് പറയുന്നത് ഓഷ്യൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ടൈഡുകൾ, കറണ്ടുകൾ, ഇതൊക്കെയാണ് ഈ ഒരു മൊഡ്യൂൾ നമ്പർ 7ന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ. അപ്പൊ ഇതിൽ നിന്ന് 2016 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ 7th മൊഡ്യൂളിൽ നിന്ന്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 7th മൊഡ്യൂളിൽ ഈ അറ്റ്മോസ്ഫിയറും സാധനങ്ങളൊക്കെ വരും. അപ്പൊ അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്, ഓസോൺ പാളികളിൽ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണെന്നാണ് ചോദ്യം.
ട്രോപ്പോസ്ഫിയർ ആണോ, സ്ട്രാറ്റോസ്ഫിയർ ആണോ, മിസോസ്ഫിയർ ആണോ, അയണോസ്ഫിയർ ആണോ എന്നാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളികൾ ഉള്ളത്. പിന്നെ പാർട്ട് ബിയിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൊഡ്യൂൾ നമ്പർ 8 എന്ന് പറയുന്നത് കുറേം കൂടെ ഈ ഇന്ത്യൻ ജിയോഗ്രഫിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജിയോഗ്രഫി, അതേപോലെ തന്നെ പോപ്പുലേഷൻ, കുറേ കൂടി ഈസി ആയിട്ടുള്ള പോർഷനാണ് ഈ ഒരു ഏരിയ, ഈ ഒരു മൊഡ്യൂള്. അതേപോലെ തന്നെ ഈ മൈനുകള്, ഈ റിസോഴ്സുകൾ, അതിന്റെ ലൊക്കേഷനുകളുടെ കാര്യങ്ങൾ, അയൺ സ്റ്റീൽ ലൊക്കേഷനുകൾ, അത് അയൺ ആൻഡ് സ്റ്റീൽ മൈനുകൾ, അതിന്റെ ലൊക്കേഷനുകൾ, കോട്ടൺ ടെക്സ്റ്റൈൽസുകൾ എവിടെയൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊക്കെ കാര്യങ്ങളാണ് ഇതിലെ മെയിൻ കണ്ടന്റ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി, ഇന്ത്യയിലെ ക്ലൈമറ്റ്, ഇന്ത്യയിലെ ടൈപ്സ് ഓഫ് സോയിൽ ഏതൊക്കെയാണ്, ഡ്രെയിനേജുകൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഫോറസ്റ്റുകൾ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, എവിടെയൊക്കെയാണ് ഇന്ത്യയിലെ ഫോറസ്റ്റുകൾ ഉള്ളത്, അതേപോലെ തന്നെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഒക്കെ ബേസ് ചെയ്തിട്ട് അതൊക്കെ അടങ്ങുന്നതാണ് ഈ മൊഡ്യൂൾ നമ്പർ 8 എന്ന് പറയുന്നത്. ഇതിൽ നിന്നുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇപ്പൊ മറ്റ് ലോകത്തിലെ ഫേമസ് ആയിട്ടുള്ള രാജ്യങ്ങൾ, അവിടുന്ന് അവൈലബിൾ ആവുന്ന മിനറൽസ്, റിസോഴ്സസ് ഏതൊക്കെയാണ്, ഇപ്പൊ സ്വർണം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങൾ ഏതാണ്, അതേപോലെ തന്നെ മിനറൽസ്, അലുമിനിയം, ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങൾ ഏതാണ് എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ സോയിലുകൾ, അതേപോലെ തന്നെ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് ജനസംഖ്യയിൽ കൂടുതൽ നിൽക്കുന്ന സംസ്ഥാനം, ജനസംഖ്യയിൽ കുറവ് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇന്ത്യയിലെ റിവേഴ്സ്, അത് അതൊഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ മൊഡ്യൂൾ 8 നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതേപോലത്തെ ഒരു ചോദ്യം 2016 ചോദിച്ചിട്ടുണ്ട്. അതായത് സത്ലജ് നദിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം. ഈ സത്ലജ് എന്ന് പറയുന്ന നദി ഏത് നദിയുടെ പോഷക നദിയാണെന്നാണ് ചോദ്യം. അതിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്, സിന്ധു നദിയുടെ പോഷക നദിയാണ് സത്ലജ്. സിന്ധുക്ക് ഏകദേശം ഒരുപാട് ഒരുപാട് ട്രിബ്യൂട്ടറീസ് ഉണ്ട്. സത്ലജ് ഉണ്ട്, ചെനബ് ഉണ്ട്, ജലമുണ്ട്, അങ്ങനെ 7ഓളം ട്രിബ്യൂട്ടറീസ് ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ അപ്പം സത്ലജ് എന്ന് പറയുന്നത് സിന്ധു നദിയുടെ ഒരു ട്രിബ്യൂട്ടറി ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇത് 2016 ചോദിച്ചാണ്. നിങ്ങൾ കുറേ കൂടെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി എക്സ്പെക്ട് ചെയ്യേണ്ടത്. മേ ബി ഇതേ ഈ ഒരു പോർഷൻ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചിലപ്പോൾ ചോദിച്ചേക്കാം. അതായത് ഒരുപാട് നദികളുടെ പേരുകൾ കൊടുക്കും. ഇതില് സിന്ധു നദിയുടെ പോഷക നദി ഏതാണെന്ന് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. 1, 2, 3 എന്നുള്ള നമ്പറുകൾ കൊടുത്തിട്ട് ഓപ്ഷൻസ് കൊടുക്കും. 1 ഓൺലി, 2 ഓൺലി, 1 and 2 ഓൺലി, 1, 2, 3 ഓൺലി എന്നൊക്കെയുള്ള തരത്തിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി അങ്ങോട്ടേക്ക് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യാൻ നിങ്ങളെ തന്നെ തയ്യാറാക്കുക. അതുപോലെ തന്നെ ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഇന്ത്യയിലെ റാബി വിള ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നത് റാബി വിള ഏതാണ്? 2 തരത്തിലുള്ള വിളകളുണ്ട്, റാബി ആൻഡ് ഖാരിഫ്. അത് 2 സീസണുകളിൽ വിളയുന്ന വിളകളാണ് ഇത് രണ്ടും. റാബി എന്ന് പറഞ്ഞാൽ ഒരു സീസണാണ്, ഖാരിഫ് എന്ന് പറഞ്ഞാൽ വേറൊരു സീസണാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമുണ്ട്. അപ്പൊ റാബി വിള എന്ന് പറയുന്നത് കടുകാണ് റാബി വിള. അപ്പൊ ഈ റാബി വിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികവും അതിന്റെ വിത്ത് പാകുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ ഒക്ടോബർ നവംബർ കാലഘട്ടം. അതിന്റെ വിളവെടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ നമ്മളെ ഏപ്രിൽ ടു ജൂൺ അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ ആ ഒരു സമയമാണ്. അതേപോലെ തന്നെ ഖാരിഫ് ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിത്ത് പാകുന്ന സമയം മൺസൂണിന് ശേഷമാണ്, അതായത് ജൂൺ ജൂലൈ ആ സമയത്ത്. ഇതൊക്കെ ഓർത്തിരിക്കുക, കാരണം ഇത് ഞങ്ങളുടെ സീസൺസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോർഷനിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്താക്കാം, പ്രതീക്ഷിക്കാവുന്നതാണ്.
പിന്നെ ഇതിൽ പെടുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഈ ഓരോരോ പ്രദേശങ്ങളിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന വിളകൾ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റൈറ്റ്, വീറ്റ്, കോട്ടൺ, ഷുഗർ, ഇറിഗേഷന്, ജലസേചനം, അതേപോലെ തന്നെ ഈ മൈനുകൾ, അയൺ മൈനുകൾ, കോൾ മൈനുകൾ, പെട്രോളിയം, ഇതൊക്കെ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ, റിസോഴ്സുകൾ കിട്ടുന്ന സ്ഥലങ്ങൾ, അതേപോലെ തന്നെ ഈ അയൺ, സ്റ്റീൽ, ഇതൊക്കെ കുഴിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ, ടെക്സ്റ്റൈൽസ്, തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, ട്രാൻസ്പോർട്ടേഷനെ പറ്റിയിട്ട്, അതേപോലെ തന്നെ കേരളത്തിലെ ജിയോഗ്രഫി. ഇതൊക്കെയാണ് ഈ സെവൻത്ത് അല്ല, എയ്ത്ത് ലാസ്റ്റ് മൊഡ്യൂളിൽ പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ഓക്കെ, ഇത്രയാണ് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്. ഈ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ബാക്കി നമുക്ക് പ്രീവിയസ് ഇയർ കാര്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.